നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരചിത്രം തെളിഞ്ഞുകഴിഞ്ഞു. എം സ്വരാജും പി വി അൻവറും മോഹൻ ജോർജും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ പോരാട്ടത്തിന് ചൂടുമേറി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും പാർട്ടികളും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം വ്യാഴാഴ്ചയാണ്. അതേസമയം പാണക്കാട് കുടുംബാംഗങ്ങൾ UDF കൺവെൻഷനിൽ പങ്കെടുക്കാത്തതിൽ അസ്വാഭാവികതയില്ല എന്ന് ലീഗ് നേതൃത്വം. ജില്ലാ അധ്യക്ഷൻ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നതിനാലാണ് എത്താൻ കഴിയാഞ്ഞതെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. കേട്ടിട്ടുണ്ട്. കൺവെൻഷനിലെ പാണക്കാട് തങ്ങന്മാരെ വിട്ടുന്നു എന്നുള്ള ഒരു പരാമർശം വന്നു. അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിപാടി ഉള്ളതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാറ്. മനഃപൂർവ്വമല്ല. വരും ദിവസം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ പാണക്കാട് തങ്ങന്മാരും ഒക്കെ എല്ലാവരും ഉണ്ടാവും. ഇന്ന് വരാൻ പറ്റാവുന്നവർക്കുള്ള അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സാരിക്കാൾ ഹജ്ജിന് പോയതാണ്. മുനവർത്തങ്ങൾ സ്ഥലത്തില്ല. അല്ല, അത് അദ്ദേഹം ഒരു പ്രോഗ്രാം ഏറ്റത് 4 തവണ മാറ്റിവെച്ചു. ഇനി അത് മാറ്റിയേക്കാൻ അവരെ വിളിച്ചു. അവർക്ക് മാറ്റിയേക്കാൻ പ്രയാസമാണ്, വന്നാൽ തിരക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ തങ്ങന്മാരെ കുറിച്ച് നിങ്ങൾക്കറിയാലോ, അവരാരെങ്കിലും പറ്റൂല എന്ന് പറയും, അല്ലെങ്കിൽ പറ്റുമെന്ന് പറയും. വാർത്തയ്ക്ക് പിന്നാലെ അബ്ബാസ് അലി തങ്ങളെ നാളത്തെ UDF തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അഷ്കറിലെ കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കറിലെ കരിമ്പ, UDFന്റെ ആദ്യ കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കാഞ്ഞത് വലിയ തിരിച്ചടിയാണ്. വാർത്ത ആയതോടെയാണോ ഇപ്പോൾ ലീഗ് നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്? എന്താണ് നൽകുന്ന വിശദീകരണം? അരുൺകുമാർ, യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചു എന്നുള്ള അത്തരമൊരു വീഴ്ച സമ്മതിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്യുന്നത്. പരോക്ഷമായെങ്കിലും അത്തരമൊരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ പറയുന്നു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അബ്ബാസ് അലി തങ്ങളെ ക്ഷണിക്കുന്നതിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിലും സംഘാടകർക്കുണ്ടായ നേരിയൊരു പിഴവാണ് എന്നുള്ളതാണ്. അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല എന്നുള്ള തരത്തിലുള്ളൊരു കാര്യങ്ങൾ ലീഗ് നേതൃത്വം ഇപ്പോൾ നമ്മളോട് വ്യക്തിപരമായി പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ ലീഗ് നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത് അബ്ബാസ് അലി തങ്ങൾക്ക് മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ വേദിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന പരിപാടിയിലേക്ക് അബ്ബാസ് അലി തങ്ങളെ ലീഗ് നേതൃത്വം ബന്ധപ്പെടുന്നതും ഇല്ലെങ്കിൽ ഒരു യൂത്ത് ലീഗ് നേതാവടക്കം വിളിക്കുന്നതും രാവിലെ 10 മണിക്ക് ശേഷമാണ്. പിന്നീട് 12 മണിക്ക് ശേഷമാണ് സംഘാടകർ വിളിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും നിശ്ചയിച്ച മറ്റു പരിപാടികളിലേക്ക് അബ്ബാസ് അലി തങ്ങൾ പോയിരുന്നു. മാത്രമല്ല, അതുകൊണ്ട് തന്നെ അബ്ബാസ് അലി തങ്ങൾ ആ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ ഏതെങ്കിലും പാണക്കാട് കുടുംബാംഗങ്ങൾ ഇത്തരത്തിൽ പരിപാടികളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നാൽ പകരം പ്രതിനിധികളെ അയക്കുമായിരുന്നു. പക്ഷേ ഈ ക്ഷണിച്ചതിലുണ്ടായ വീഴ്ചയും ഇല്ലെങ്കിൽ അവർക്കുണ്ടായ വൈമനസ്യമൊക്കെ തന്നെ പിന്നീട് പൂർണ്ണമായും എല്ലാ പാണക്കാട് കുടുംബാംഗങ്ങളും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വഴിവെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൊട്ട് പിന്നാലെ തന്നെ റിപ്പോർട്ടർ അത് വാർത്തയാക്കുന്നതിന് പിന്നാലെ തന്നെ ലീഗ് നേതൃത്വം മുതൽ കോൺഗ്രസ് നേതൃത്വം ഒക്കെ തന്നെ നിരന്തരം അബ്ബാസ് അലി തങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ തങ്ങളെ നാളത്തെ നാളെ രാവിലെ നടക്കുന്ന അരിയാട് ചോക്കത്തിന്റെ റോഡ് ഷോയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോത്തുകല്ല് മുണ്ടേരി മുതൽ പോത്തുകല്ല് വരെ നടക്കുന്ന അരിയാട് ചോക്കത്തിന്റെ റോഡ് ഷോയിലാണ് അബ്ബാസ് അലി തങ്ങൾ പങ്കെടുക്കുക. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ അഥവാ സ്വാദിഖൽ തങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ UDF കൺവെൻഷനിൽ പങ്കെടുക്കേണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പിന്നീട് പങ്കെടുക്കേണ്ടത് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് അബ്ബാസ് അലി തങ്ങളാണ്. ജില്ലയ്ക്ക് അകത്തുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ആ വേദിയിലേക്ക് എത്താതിരുന്നതാണ് പാർട്ടിക്കകത്ത് പോലും വലിയ വിമർശനമുണ്ടായത്. നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ പാർട്ടിക്കകത്ത് അത് വലിയ വിഷയമാകുകയും വലിയ തോതിൽ വിമർശനം ഉയരുകയും ചെയ്തു. കൃത്യമായൊരു വീഴ്ച സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് പാർട്ടി പോലും ഈ ഘട്ടത്തിൽ വിലയിരുത്തിയിരിക്കുന്നത്. താങ്ക് യു. അഷ്കറിലെ കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.